നിനക്ക് കുറച്ചെങ്കിലും നാണവും മാനവും ഉളുപ്പും ഉണ്ടോ? ഒരു പെൺകുട്ടിയുടെ ഭർത്താവിനെ ആ പെൺകുട്ടിയിൽ നിന്നും അകറ്റി ഇപ്പോൾ കൂടെ കൊണ്ട് നടക്കുകയും അത് പോരാഞ്ഞിട്ട് ആ പെൺകുട്ടി അവരുടെ സ്വന്തം ബ്രദേഴ്സിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റാറ്റസ് ഇട്ടാൽ അതുവരെയും കോപ്പി ചെയ്ത് നീ നിൻ്റെ ഫോണിൽ ഇടുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം മോശമാണെന്ന് ഓർത്ത് നോക്കിയേ. അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇന്ന് ഞാൻ ഒരു വീഡിയോ കണ്ടു. മൈ ലവ് മൈ ഫാമിലി 3 ബേബീസ് എന്നൊക്കെയാണ് ആ ഒരു ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ പേര്. അതിലൊരു കുട്ടി ഇരുന്നുകൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതായത് എൻ്റെ ഭർത്താവിനെ നീ തട്ടിയെടുത്ത്, ഞാനിടുന്ന സ്റ്റാറ്റസ് ഒക്കെ എന്തിനാണ് നീ എടുത്ത് നിൻ്റെ ഫോണിലോട്ട് ഇടുന്നത്, അങ്ങനെയൊക്കെ സംസാരിക്കുകയാണ്. അപ്പം ഈ ഭർത്താവ് എന്ന് പറയുന്നവന് ഈ ഭാര്യനെയും വേണം കാമുകീനെയും വേണം. അപ്പോൾ ഇങ്ങനെ 2 വള്ളത്തിൽ കാലി ഔട്ടുകൊണ്ട് നടക്കുന്ന ഒരുത്തൻ. അതിൻ്റെ കൂടെ ഈ കാമുകിയുടെ നമ്പർ ഈ കുട്ടിയുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇവൾ എന്തിട്ടാലും അത് ഈ കാമുകി കാണും എന്നറിയാം. കാരണം എല്ലാം കോപ്പി ചെയ്തിടുന്നവളാണല്ലോ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് പറയാണ് ഓരോ പെൺകുട്ടികളുടെ ഗതികേട് ഓർത്ത് നോക്കിക്കോണേ. അപ്പം ഈ ഭർത്താവ് എന്ന് പറയുന്നവൻ വീട്ടിൽ വന്ന സമയത്ത് ഭർത്താവിൻ്റെ ഫോണിൽ നിന്നാണ് ഈ പെൺകുട്ടി ഇത് കാണുന്നത്. അപ്പോൾ ഈ പെൺകുട്ടി ഒരു വീഡിയോ ഇട്ട സമയത്ത് കുറേ പേര് കമൻറ്റ് ബോക്സിൽ ചോദിച്ചു ഇതെന്താ കുടുംബ കോടതിയാണോ, ഇവിടെ വന്നിട്ടാണ് ഇതൊക്കെ പറയേണ്ടതെന്ന്. കാരണം ഇവളിടുന്ന വീഡിയോ എല്ലാം മസ്റ്റായിട്ട് ആ പെൺകുട്ടി കാണും എന്നുള്ളത് കൊണ്ടാണ് അവൾ ഇൻസ്റ്റാഗ്രാമിൽ ആ ഒരു വീഡിയോ ഇട്ടത്. എനിക്ക് പെൺകുട്ടിയോട് പറയാനുള്ളത്, നിൻ്റെ ഭർത്താവും കൂടെ ചെയ്ത ഒരു തെറ്റാണല്ലോ. അപ്പം ഭർത്താവ് എന്നെ അങ്ങ് വിട്ടേക്കുക, അയാളുടെ പണി നോക്കി അല്ലെങ്കിൽ ഇഷ്ടമുള്ള ജീവിതം തേടി അങ്ങ് പോവുക. നീ മക്കളെയും നോക്കി നല്ല സന്തോഷമായിട്ട് ജോലി ചെയ്ത് അന്തസ്സായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കുക. ഇങ്ങനെ പോകുന്നവർക്കൊക്കെ ദൈവം നല്ലൊരു ശിക്ഷ ഉറപ്പായിട്ടും കൊടുക്കും. ഈ കർമ്മ എന്ന് പറയുന്ന ഒന്നും ഉണ്ടെന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല. അപ്പോൾ ഉറപ്പായിട്ട് അവർക്കുള്ളത് കിട്ടും. അതുകൊണ്ട് തന്നെ ഈ കാമുകി എന്ന് പറയുന്നത് നാണമുണ്ട്. കല്യാണം കഴിഞ്ഞ ഒരാളെ അല്ലെങ്കിൽ ഉപേക്ഷിച്ച് നിൽക്കുന്ന ഒരാളാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുക കല്യാണം കഴിക്കുകയോ ഒക്കെ. പക്ഷേ ഒരു ഭാര്യയായിട്ട് ബന്ധത്തിലിരിക്കുന്ന ഒരാളെ സ്നേഹിച്ച് വശത്താക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ അധപ്പതിച്ച ഒരു കാര്യം വേറെ ഇല്ല. നാണമുണ്ടോ സ്ത്രീയെ നിനക്ക്? അത് പോരാഞ്ഞിട്ട് ആ പെൺകുട്ടി എന്നാ ചെയ്താലും അതിന് ജീവിക്കാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടമല്ലേ. പിന്നെ ഈ 2 വള്ളത്തിൽ കാലി ഔട്ടാൻ നോക്കുന്ന ഭർത്താവിനോട് മോളെ നീ ഒരിക്കലും അതിന് സമ്മതിക്കരുത്. ഈ ഭർത്താവ് എന്ന് പറയുന്നവൻ കുറച്ച് നാൾ അവളുടെ കൂടെ നിന്നിട്ട് പിന്നെ നിൻ്റെ കൂടെ വരുവാന്നുണ്ടെങ്കിൽ അടുക്കളയിൽ പോയൊരു ചൂലെടുത്ത് അടിച്ച് വെളി തള്ളുകയാണ് വേണ്ടത്. അതുപോലെ ഇവനെ ഡിവോഴ്സ് ചെയ്ത് നല്ല അന്തസ്സായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ആ പെൺകുട്ടി ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുള്ള ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. എൻ്റെ ഭർത്താവിൻ്റെ കാമുകി അറിയാൻ വേണ്ടി ഞാൻ ഈ ഫോട്ടോയൊക്കെ ഈ സ്റ്റോറി ഇടുന്നതൊക്കെ എടുത്തിട്ട് എന്തിനാ നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പിൽ DP ആക്കുന്നേ? നിങ്ങൾക്ക് എന്ത് കിട്ടും അങ്ങനെ ഇട്ടാൽ? ഞാൻ എൻ്റെ മക്കളെന്നും പറഞ്ഞ് 2 പിള്ളേരെ ഫോട്ടോ ഇട്ട് അതിപ്പോൾ അത് DP ആക്കി വെച്ചേക്കുക. എന്താവശ്യമാണ്? നിങ്ങളെന്തായാലും സന്തോഷത്തോടെ അവിടെ ജീവിക്കണത്. വെറുതെ ചുമ്മാ പോകുന്ന എന്നെ എന്തിനായി എന്നിട്ടാ പറയാം ഞൊഴിഞ്ഞു കയറി ഇങ്ങോട്ട് വരുന്നേ. ഞാൻ അങ്ങോട്ടൊന്നിനും വരുന്നില്ലല്ലോ, പിന്നെന്തിനാ ഇവരിങ്ങനെ ചെയ്യണത്? എനിക്കറിയത്തില്ല. പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. 6 ഫോട്ടോ ഇട്ടാലും ഈ പറഞ്ഞ മാതിരിയാണ് അവരതെടുത്ത് അങ്ങ് DP ഇടും. പിന്നെ എങ്ങനെ കണ്ടെന്ന് ചോദിച്ചാൽ എൻ്റെ ഭർത്താവെന്ന് പറയുന്ന ആളിവിടെ വന്നപ്പം ഫോൺ എൻ്റെ കയ്യിൽ തന്നു. അപ്പോൾ നോക്കിയപ്പോൾ കണ്ടതാണ് ഞാനിട്ട സ്റ്റോറിയിൽ ഫോട്ടോയിൽ അവരുടെ നമ്പറിനകത്ത് അവർ DP ആക്കിക്കുന്ന ഈ കുട്ടി എൻ്റെ അനിയന്മാരുടെ ഫോട്ടോയെ. അതെന്തിൻ്റെ ആവശ്യം? എന്താവശ്യകത? എന്നാ നിങ്ങളിങ്ങനെ? എനിക്കറിയത്തില്ല ഇവരെന്താ ഇങ്ങനെയെന്ന്. ഇതൊന്നും ഇതിൽ വന്ന് പറയണ്ട എന്ന് വിചാരിക്കുമ്പം നമ്മളെ കൊണ്ട് അങ്ങ് പറയിപ്പിക്കുക അവർ. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിയാൽ പോരെ, എൻ്റെ കാര്യം എന്തിനാ അന്വേഷിക്കാൻ വരുന്നേ? ഇനിയിപ്പോൾ എനിക്ക് എന്തെങ്കിലും പറ്റിയാലും ഈ തള്ളയായിരിക്കും ഇതിനൊക്കെ ഉത്തരവാദി. കാരണം ഇവിടെ വാക്കും കേട്ടോണ്ട് വന്ന് ഞങ്ങളെ മെക്കെട്ട് കയറേണ്ട ആവശ്യമില്ല. ഞങ്ങളാരും അവൻ്റെ ചിലവിനല്ല കിടക്കണം. ഞങ്ങളുടെ കാര്യം നോക്കി ജീവിക്കുക. പിന്നെ എന്തിനാ ഈ പോയവരെയൊന്നും ആരും ഞങ്ങൾ വിളിക്കണമില്ല എടുക്കണമില്ല. പിന്നെയും ഞങ്ങളുടെ ജീവിതത്തിലോട്ട് ഇടിച്ചു കയറി. പിന്നെ ഈ ഞാൻ പോയടോ ഞാൻ സ്റ്റോറി ഇടുന്നടോ ഒക്കെ എടുത്ത് നിങ്ങൾ തന്നെ എന്തിനാ ഈ നിങ്ങളുടെ ഇപ്പോഴത്തെ, അതായത് എൻ്റെ ഭർത്താവ്, നിയമപരമായിട്ട് എൻ്റെ ഭർത്താവ് എന്ന് പറയാം, ഡിവോഴ്സൊക്കെ നടക്കണതേ ഉള്ളൂ. എന്നിട്ട് നിങ്ങൾ തമ്മിൽ ഒരുമിച്ചാണ് ജീവിക്കണത്. എന്നിട്ട് പിന്നെ എന്തിനാ ഞാൻ പോകുന്നതൊക്കെ എടുത്ത് ഇവനെ കാണിക്കണേ? എന്തിനാ? അതിൻ്റെ ആവശ്യം എന്താ നിങ്ങൾക്ക്? എല്ലാവരും ചോദിക്കുന്നു ഇത് കുടുംബ കോടതിയാണോ? കമൻറ്റില്ല. ഇത് കുടുംബ കോടതിയല്ലെന്ന് എനിക്ക് നല്ല ബോധമുണ്ട്. കാരണം ഞാൻ ഇതിലിട്ടത് എൻ്റെ നിവൃത്തികേട് കൊണ്ടാണ്, ഇടിയിപ്പിച്ചതാണ്. കാരണം എൻ്റെ പേഴ്സണൽ കാര്യം അല്ലെങ്കിൽ എൻ്റെ കുടുംബകാര്യമൊന്നും ഇതിൽ പറയാൻ എനിക്കൊരു താല്പര്യവും ഇല്ല. ഇന്നേ വരെ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. പിന്നെ ഞാനിതിൽ സ്റ്റോറി ഇടുന്നത് അവരെടുത്ത് അവരുടെ അക്കൗണ്ടിൽ ഇടുന്നത് കാരണം ഞാൻ പറഞ്ഞത്. കാരണം
എന്തിനാ അങ്ങനെ ചെയ്യണത്? എൻ്റെ കാര്യം എന്തിനാ അവരന്വേഷിക്കണേ? അവരല്ലല്ലോ എനിക്ക് ചിലവിന് വരുന്നത്. ഞാൻ ജോലിക്ക് പോയി ഞാൻ എൻ്റെ മക്കളെ നോക്കുന്നുണ്ട് ഞാൻ കഴിയുന്നത്. പിന്നെ ഇവർ ഞാൻ എന്ത് ചെയ്താലും അവർക്ക് എന്താ കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ കെട്ടിയവനെ കൊണ്ടിട്ടുണ്ടെങ്കിൽ കെട്ടിയവൻ്റെ കാര്യം നോക്കുക, അല്ലാണ്ട് കെട്ടിയവൻ്റെ ഭാര്യ ഇവിടെ പോകുന്നുണ്ട്, ഭാര്യ എന്ത് ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. അവരെല്ലാം എനിക്ക് ചിലവിന് തരണേ. അത് കാരണം ഞാൻ ഇതിൽ വന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. എങ്ങനെയെങ്കിലും അതങ്ങ് നിർത്തുകയാണെങ്കിൽ നമുക്ക് സമാധാനം കിട്ടുമല്ലോ. അവർ ഒരു കാര്യത്തിലും നമ്മൾ ഇടപെടാൻ പോകുന്നുണ്ട്. പിന്നെ എൻ്റെ കാര്യത്തിൽ ഇത്ര ആകാംക്ഷ എടുത്ത് നോക്കിയിരിക്കാൻ ഇവരെന്താ എൻ്റെ അമ്മയാണ്? അതോ എൻ്റെ അച്ഛനാണോ എന്നെ നിർവഹിച്ച് നിർത്താൻ? അതുകൊണ്ട് പറഞ്ഞതാണ്, ഇത് കേടുകൊണ്ട് അങ്ങ് ഇട്ടാവാം. അല്ലാണ്ട് വേറെ ഇത് കുടുംബ കോടതിയല്ല. ഇതൊരു നല്ല ബോധം ഉണ്ട് എനിക്ക്. അവരവരുടെ കാര്യം നോക്കി ജീവിക്കുക.